29ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. മേളയുടെ രാഷ്ട്രീയ ഉള്ളടക്കം IFFKയെ മികച്ചതാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. IFFK വേദിയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെയെല്ലാം സ്ത്രീകളാണ് എന്നത് അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുകയോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുകയോ ചെയ്താൽ അത് സിനിമാ രംഗത്തിൻ്റെ ശോഷണത്തിന് മാത്രമേ വഴിവെക്കൂ എന്നും വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കുവാനും സ്വീകരിക്കുവാനും സിനിമാ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണമെന്നും മേള ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെയും ഉൾക്കാമ്പിൻ്റെയും കാര്യത്തിൽ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള ബഹുദൂരം മുൻപോട്ട് പോയിരിക്കുന്നു. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല മേളയിൽ നടക്കുന്നത്. ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ തുടങ്ങിയവ പുരോഗമന സ്വഭാവമുള്ളവയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈവിധ്യമാർന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇക്കാലയളവിൽ ലോകത്താകമാനം സിനിമാ രംഗം വളർച്ചയും മുന്നേറ്റവും കൈവരിച്ചത്. ചരിത്രം കൊണ്ടും വലിപ്പം കൊണ്ടും നമ്മുടേതിനേക്കാൾ മികവുറ്റ നിരവധി മേളകൾ ലോകത്തുണ്ട്. ആരംഭിച്ച കാലം മുതൽ നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. പുരോഗമനോന്മുഖമായും പ്രതിലോഭകരമായുമുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയുമുണ്ട്. സിനിമാ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദിയാണ് ചലച്ചിത്രമേളയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വരുന്നുണ്ട്. ഒരു വ്യവസായം എന്ന നിലയിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനുമപ്പുറം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസൃതമായ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അവർക്ക് അനുയോജ്യമായ രീതിയിൽ സിനിമകൾ സൃഷ്ടിക്കപ്പെടുവാൻ സമ്മർദ്ദമുണ്ടാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് കലാ സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ പുതുകാലത്ത് ഉയർന്നുവരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ചലച്ചിത്രോത്സവം മാറുന്നു. എല്ലാവിധ ഭേദഗതികൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നത് സന്തോഷം പകരുന്ന കാര്യമാണ്. മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നവയിൽ ഏറ്റവും ജനകീയമായത് സിനിമയാണ്. ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമാ ചരിത്രം എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർപ്രതിഫലനമാണ് സിനിമയിൽ ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. സാമൂഹിക വ്യവസ്ഥകളെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഉപാധിയായി അന്താരാഷ്ട്ര ചലച്ചിത്രമേള മാറിത്തീരുന്നുണ്ട്. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ 1 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിലുള്ള ചലച്ചിത്രങ്ങളാണ്. ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയിറക്കലുമെല്ലാം ഈ സിനിമയിൽ പ്രമേയമായി തീർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ നാം ശ്രമിക്കുന്നത്. 3ാം ലോക സിനിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന മേളയാണിത്. ബ്രസീലിലെ സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കഥ പറയുന്ന ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഉദ്ഘാടന ചിത്രം. വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്കാണ് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഹോങ്കോങ് സിനിമയെ അടിമുടി മാറ്റിപ്പണിത നവതരംഗ സിനിമ പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരിയായാണ് അവർ അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ഈ ചലച്ചിത്രകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻ ഹുയിയെ ഈ മേളയിൽ ആദരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ മേളയാണ് ആദരിക്കപ്പെടുന്നത്. ഇങ്ങനെ ഇന്ത്യൻ സിനിമയെയും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളെയും സമ്പന്നമാക്കിയ ശബാന ആസ്മിയെ ആദരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിനയ രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ശബാന ആസ്മിയുടെ ചലച്ചിത്ര ജീവിതത്തോടുള്ള ആദരവായി 5 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ തുടക്കകാലത്ത് ചലച്ചിത്ര രംഗത്ത് ചുവടുറപ്പിക്കുകയും തുടർന്നുള്ള ദശകങ്ങളിൽ ഇന്ത്യൻ സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി മാറുകയും ചെയ്ത ശബാന ആസ്മി 160-ൽ പരം സിനിമകളിൽ വേഷമിട്ടു. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ അങ്കൂർ എന്ന ചിത്രത്തിലൂടെ 1974-ൽ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച ശബാന ആസ്മിയെ തേടി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളെത്തി. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രശ്നങ്ങളോട്
വളരെ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണ് ശബാന ആസ്മി. അവർ കേവലം ആർട്ടിസ്റ്റ് മാത്രമല്ല, ആക്ടിവിസ്റ്റ് കൂടിയാണ്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ സംഭാവനയാണ് അവർ നൽകിപ്പോരുന്നത്. ഈ വർഷം സ്പിരിറ്റ് ഓഫ് സിനിമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പായൽ കപാഡിയയ്ക്കാണ്. അവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരങ്ങൾ നേടിയതാണ്. ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും ആ സിനിമയ്ക്ക് ലഭിച്ചു. രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണിത്. ആ ചലച്ചിത്രത്തിന്റെ ഭാഗമായി തീർന്ന നിരവധി മലയാളികളും ഉണ്ടെന്നത് ഓരോ കേരളീയനും അഭിമാനിക്കുവാൻ വകയുള്ളതാണ്. സിനിമകൾ മാത്രമല്ല, അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഡോക്യുമെന്ററികളും പായൽ കപാഡിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ചിത്രീകരിച്ച ഡോക്യുമെന്ററി ആഗോള ശ്രദ്ധ നേടിയിരുന്നു. IFFK വേദിയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെല്ലാം സ്ത്രീകളാണ് എന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ കൂടുതലായി കടന്നു വരുന്നതിന്റെയും കലാമൂല്യമുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെയും ദൃഷ്ടാന്തമായാണ് ഇതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുവാൻ സംസ്ഥാനവും സർക്കാരും വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. വനിതാ സംവിധായകർക്ക് ചലച്ചിത്രം നിർമ്മിക്കാൻ ധനസഹായമടക്കം ലഭ്യമാക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് അറിയാവുന്ന വസ്തുതയാണത്. ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് കലാകാരികൾക്ക് അന്തസ്സോടെ അവരുടെ പ്രതിഭ തെളിയിക്കുവാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബാന ആസ്മിയെ പൊന്നാട അണിയിച്ചും അവർക്ക് പ്രശസ്തി പത്രം നൽകിയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ബോളിവുഡിന്റെ മുഖ്യധാരയിലും സമാന്തര സിനിമാ ലോകത്തും നാടകരംഗത്തും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ശബാന ആസ്മി അഭിനയ ജീവിതത്തിൽ 50 വർഷം തികയ്ക്കുന്ന വേളയിലാണ് IFFKയുടെ ആദരം. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായക ആൻ ഹുയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സന്നിഹിതനായിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഫെസ്റ്റിവൽ ബുക്ക് VK പ്രശാന്ത് MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ ഫെസ്റ്റിവൽ ബുക്ക് ക്യൂറേറ്റർ ഗോൾഡ സെല്ലത്തിന് നൽകി പ്രകാശനം ചെയ്തു. JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഷാജി N കരുണിനെ കുറിച്ച് S ജയചന്ദ്രൻ നായർ രചിച്ച ഏകാന്ത ദീപ്തികൾ എന്ന പുസ്തകം അന്താരാഷ്ട്ര ജൂറി ചെയർപേഴ്സൺ ആഗ്നസ് ഗോദാർത്ത് പ്രകാശനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, KFDC ചെയർമാൻ ഷാജി N കരുൺ, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ, ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ്, അക്കാദമി സെക്രട്ടറി C അജോയ്, ജനറൽ കൗൺസിലർ അംഗം കുക്കു പരമേശ്വർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ I Am Still Here പ്രദർശിപ്പിച്ചു. വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാർട്ടൻ സാലൻ സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ചിത്രം ബ്രസീൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടിയും അരങ്ങേറി.